ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ സ്റ്റാർ മണ്ഡലങ്ങളിലൊന്നാണ് വടകര. പി ജയരാജന്റെ സ്ഥാനാർത്ഥിത്വത്തോടെയാണ് വടകര ആദ്യം ചർച്ചയാകുന്നത്. പിന്നീട് കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ അനിശ്ചിതത്വവും വടകരയെ പൊതുശ്രദ്ധയിലെത്തിച്ചു. ഒടുവിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായതോടെയാണ് വടകരയുടെ രാഷ്ട്രീയ ശ്രദ്ധ കൂട്ടിയത്. 2 തവണ കൈവിട്ടുപോയ മണ്ഡലം തിരികെ പിടിക്കാൻ LDF പി ജയരാജനെ തന്നെ കളത്തിലിറക്കി. ഏറെ നാളത്തെ അനിശ്ചിതത്വത്തിനും വിവാദത്തിനുമൊടുവിൽ UDF കെ മുരളീധരനെയും. കടത്തനാട്ടിലെ അംഗത്തിന് കച്ച മുറുക്കിക്കഴിഞ്ഞു. ആദ്യഘട്ട പ്രചാരണം ജയരാജൻ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കെയാണ് വടകരയിൽ UDFന് സ്ഥാനാർത്ഥിയെത്തുന്നത്. കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാകുന്നതോടെ പോരാട്ടവും അതുപോലെ കടുക്കും. ഇടതുമുന്നണിയിലും UDFലും ഒരേപോലെ കരുത്തരായ 2 പേർ മണ്ഡലത്തിൽ മാറ്റുരയ്ക്കുന്നു. ഇടതുമുന്നണിയുടെ വിജയസാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ സാധിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് പി ജയരാജൻ. CPM സംഘടനാ സംവിധാനം ഉപയോഗിച്ച് വിജയിക്കാനാകുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. ഏത് സ്ഥാനാർത്ഥി ആരാണ് എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ക്രിയാത്മകമായിട്ടാണ് ജനങ്ങൾക്ക് മുമ്പിൽ തങ്ങളുടെ ഭാഗം അവതരിപ്പിക്കുന്നത്. കെ മുരളീധരനിലൂടെ മണ്ഡലം നിലനിർത്താനാകുമെന്നാണ് UDF ക്യാമ്പുകളുടെ പ്രതീക്ഷ. നാളെ മണ്ഡലത്തിലെത്തുന്ന മുരളീധരൻ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. വടകരയിലെ സാധാരണക്കാരായ ആളുകൾക്ക് എപ്പോഴും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ജനപ്രതിയെ കിട്ടിയ സന്തോഷത്തിലാണ് വടകരയിലെ ആളുകൾ. പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും VK സജീവനാകും BJP സ്ഥാനാർത്ഥി. ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.